ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ജീവനുള്ള പിടയ്ക്കണ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചേ പണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കറിയുണ്ട്. അതിൻ്റെ രുചി ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് 2 പച്ചക്കായയും ഒരു മാങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒരു തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ സബോള, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി, പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. കുറേ ചെമ്മീൻ അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെ നമ്മളൊന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പച്ചക്കായ ഇതുപോലെ 2ആയിട്ട് പിളർന്നിട്ട് ചീന്തിയാണ് കേട്ടോ ഇടണത്. കനം കുറഞ്ഞ് ചീന്തി ഇട്ടിട്ട് ഇതിൽ കൂടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കായ, ചെമ്മീനും ഇതും കൂടി നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണ പച്ചമാങ്ങ ഇതിനകത്തേക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുളിക്കനുസരിച്ച് പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് 1-2 മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പച്ചമാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കണത് അതിനകത്തേക്ക് കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കായൊക്കെ വെന്തതിന് ശേഷമാണ് ലാസ്റ്റാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാങ്ങയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട്, തേങ്ങ പാൽ ഒഴിക്കണവർക്ക് ഒഴിക്കാം, പക്ഷേ പണ്ടൊക്കെ നമ്മൾ തേങ്ങ അരപ്പൊക്കെയല്ലേ ഒഴിക്കാറ്. എൻ്റെ അമ്മച്ചി പണ്ട് വെച്ചെന്ന കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ഈ അരപ്പിനൊന്നൊരു തള പൊട്ടി വരാൻ പാടുള്ളൂ, കുറേ സമയം വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ തള പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഇറക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചട്ടി വെച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കറിയിൽ ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടോയെന്ന് നാക്കത്ത് വെച്ച് നോക്കിയിട്ട് ഈ സമയത്ത് നമ്മൾക്ക് കുറവുള്ളത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കറിയിൽ കുറച്ച് മുളക് കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാച്ചുമ്പോൾ കുറച്ച് മുളക് കൂടി ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി പച്ചമാങ്ങ, പച്ചച്ചെമ്മീൻ കായ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.